BMC ഗ്ലോബൽ ലൈവ് കൊച്ചിയുടെ ഹെൽത്ത് ടോക്ക് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ വ്യൂവേഴ്സിനും സ്വാഗതം. This program is brought to you by City Tower, City Wear and City Shoes, Ankamali. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mukanur and Cochin Kalabavan Ankamali franchise. Genuine smile comes from the heart, but a healthy smile need a good dental care. ഈ ആഴ്ചയിലെ നമ്മുടെ ഹെൽത്ത് ടോക്കിൽ നമ്മോടൊപ്പം സംസാരിക്കാൻ വന്നിരിക്കുന്നത് കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് സാറാണ്. സ്വാഗതം ഡോക്ടർ. ഞാൻ ഡോക്ടർ സന്തോഷ് തോമസ്, കേരള ഡെന്റൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ BDS കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടർ കൂടിയാണ്. എന്താണ് ഡോക്ടർ ഈ ഡെന്റൽ കൗൺസിൽ? അതെങ്ങനെയാണ് ഡെന്റിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഡെന്റൽ കൗൺസിൽ അഥവാ കേരള ഡെന്റൽ കൗൺസിൽ 1965 രൂപീകൃതമായിട്ടുള്ള കേരളത്തിലെ ഡെന്റിസ്റ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് 1948 ഡെന്റിസ്റ്റ് ആക്ട് നമ്മുടെ ദന്ത ചികിത്സകർക്ക് ഇന്ത്യയിലാകെ പ്രാക്ടീസ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നൊരു ആക്റ്റുണ്ട്. അത് 1948 ഡെന്റിസ്റ്റ് ആക്ട് എന്ന് പറയും. അതിനെ ബേസ് ചെയ്തിട്ട് സംസ്ഥാനങ്ങൾ റൂൾസ് ഉണ്ടാക്കണം. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് ഡെൻ്റൽ കൗൺസിൽ ഉണ്ടാക്കണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഡെൻ്റൽ കൗൺസിലുണ്ട്. മെഡിക്കൽ കൗൺസിൽ, ആയുർവേദ കൗൺസിൽ, ഹോമിയോ കൗൺസിൽ പോലെ ഡെൻ്റൽ സർജന്മാർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലാണിത്. 1965 കേരള ഡെൻ്റൽ കൗൺസിൽ രൂപീകൃതമായത്. അപ്പോൾ എല്ലാ ഡെൻറ്റിസ്റ്റുമാരും ഈ ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് 37,000 ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഡെൻ്റൽ കൗൺസിലിൽ. ഡെൻ്റൽ കൗൺസിലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെൻ്റൽ കൗൺസിലാണ് കേരളത്തിലെമ്പാടുമുള്ള, കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ദന്ത ഡോക്ടർമാരെ നിയന്ത്രിക്കുക, അവരുടെ പ്രാക്ടീസിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അതിനാവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, അവരുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അവർ പാസ്സായി കഴിയുമ്പോൾ BDS ബിരുദം എടുത്തതിന് ശേഷം അവർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൗൺസിലിൽ വന്ന് രജിസ്ട്രേഷൻ നേടണം. ആ ഡെൻ്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ മിക്കവാറും എല്ലാ ക്ലിനിക്കുകളുടെ മുൻപാകെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് ഒരു ഡെൻറ്റിസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കേരളത്തിന്റെ ഡെന്റിസ്റ്റുകളുടെ ഹിസ്റ്ററിയെ പറ്റി ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കേരളത്തിലെ ദന്ത ചികിത്സകരുടെ ചരിത്രം, അല്ലെങ്കിൽ ദന്ത ചികിത്സയുടെ ചരിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 1959 തിരുവനന്തപുരത്ത് ആദ്യമായിട്ടൊരു ഡെൻ്റൽ കോളേജ് സ്ഥാപിതമാകുന്നതിനോട് കൂടിയിട്ടാണ്. 59 ആ കോളേജ് സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തത് ആദ്യ EMS സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, അദ്ദേഹം മുൻകൈയെടുത്ത് ഡോക്ടർ PI ജോൺ എന്ന് പറയുന്ന പാലക്കാടുള്ളൊരു ഡെൻ്റൽ സർജനെ, അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ട്, ആ ഡെൻ്റൽ സർജനെ കേരളത്തിലൊരു ഡെൻ്റൽ കോളേജ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഡെൻ്റൽ സർജനെയും ഒരു ഓഫീസറായിട്ട് നിയമിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഒരു ഡെൻ്റൽ കോളേജ് സ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കുക ചെയ്തത്. ഡോക്ടർ AR മേനോനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അദ്ദേഹം 1957 തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. സാക്ഷാൽ K കരുണാകരനെ തോൽപ്പിച്ച ഒരാളാണ്. അതിലും രസകരമായൊരു കാര്യം, അദ്ദേഹം MBBS പാസ്സായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. 2-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും മുനിസിപ്പൽ ചെയർമാനായ ആളാണ്. ഞാനിതെന്തിനാണ് പറയണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് രസകരമായ ചരിത്രമുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള വലിയ പുരോഗതി കൈവച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്പർ 1 കേരള മോഡൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഈ ആരോഗ്യരംഗത്തെ വലിയ കുതിപ്പ് കൂടിയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർ AR മേനോൻ നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, MBBS ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി സർജറി പാസ്സായിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ആളുകളെ ചികിത്സിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് 59 അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു ഡെൻ്റൽ കോളേജ് വരുന്നത്. അതിനുശേഷം 17 വർഷം കഴിഞ്ഞിട്ടാണ് 1982
കോഴിക്കോട് ഒരു ഡെൻ്റൽ കോളേജ് വരുന്നത്. WHO ഒരു കണക്കനുസരിച്ച് 7500 പേർക്ക് ഒരു ഡെൻറ്റിസ്റ്റ്, അത് വികസിത രാജ്യങ്ങളിൽ. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ദന്ത ഡോക്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അപ്പോൾ ഏകദേശം 1000 പേർക്കൊരു ഡെൻറ്റിസ്റ്റ് എന്നുള്ള കണക്കിൽ തന്നെ ഡെൻ്റൽ സർജന്മാരുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഓവർ സാച്ചുറേഷൻ ഈ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ കേരളത്തിലെ ഒരു വികസിത കേരളത്തിൻ്റെ ദന്ത ചികിത്സാ സൗകര്യങ്ങളിൽ തന്നെ വലിയ കുതിപ്പുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആരോഗ്യരംഗത്തെ അവയർനെസ് വളരെ കൂടുതലാണ്. അതുപോലെ ഡെൻ്റൽ അവയർനെസ്സും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ പല്ല് ശ്രദ്ധിക്കുന്നതും പല്ലിന് സംരക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ കാര്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്നുള്ളത് കൂടി നമ്മൾ കാണണം. മാത്രമല്ല മറ്റ് പല രംഗങ്ങളിലേക്കും ഡെൻറ്റിസ്റ്റുമാർക്ക് അവസരങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഇത്തരം എണ്ണത്തിൽ കൂടുതലുണ്ട് എങ്കിലും എണ്ണത്തിൽ കൂടുതലുണ്ടെന്നല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2500-3000 ഡോക്ടർമാർ ഒരു വർഷം പുറത്തിറങ്ങുന്നുണ്ട് എങ്കിൽ പോലും അത് ഏറെക്കുറെ തുലനാവസ്ഥയിൽ പോകുന്നൊരു രീതി ഉണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കേരളത്തിന്റെ പൊതുവായ ദന്ത സംരക്ഷണ രീതികളെ കുറിച്ച് ഡോക്ടറിന്റെ ഒരു വ്യൂ പോയിന്റ്സ് എന്താണ്? പിന്നെ അത് നമ്മൾക്ക് എപ്പോഴാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ ദന്ത സംരക്ഷണത്തിന് കേരളത്തിന് മാത്രമായിട്ടൊരു വ്യൂ പോയിന്റ് എന്നുള്ളതല്ല, മറിച്ച് ദന്ത സംരക്ഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളതല്ല. കൊച്ചിന് പല്ലെപ്പോൾ വരുന്നു, വാവയ്ക്ക് പല്ലെപ്പോൾ വരുന്നു, അപ്പോൾ തുടങ്ങി ദന്ത സംരക്ഷണം തുടങ്ങണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾക്ക് പല്ല് വരുമ്പോൾ അത് പാൽപ്പല്ല് എന്നുള്ള, പാൽപ്പൽ അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്ത് എന്നാണ് നമ്മൾ പറയുക. ആ പാൽപ്പല്ലിൻ്റെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത് എന്താ, പാൽപ്പല്ല് പോട്ടെ, പോയിട്ട് നല്ല പല്ല് വരുന്നു. പാൽപ്പല്ല് നന്നായി സംരക്ഷിച്ചാൽ മാത്രമേ പിന്നീട് മുളച്ചു വരുന്ന പല്ലുകൾ നല്ല പല്ലുകളാവുള്ളൂ. അപ്പോൾ പാൽപ്പല്ലുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് പല്ല് വരുന്ന സമയം മുതൽ ആ പല്ലുകൾ പൊഴിഞ്ഞു പോയി, പാൽപ്പല്ലുകൾ മുഴുവൻ പൊഴിഞ്ഞു പോകുന്നതിനൊക്കെ ഒരു ടൈമുണ്ട്. മുൻനിരയിലെ ആദ്യം പല്ല് പൊഴിയാൻ തുടങ്ങുന്നത് താഴത്തെ പാൽപ്പല്ലുകളാണ് പൊഴിയാൻ തുടങ്ങുന്നത്. പിന്നെ മേലത്തെ പാൽപ്പല്ലുകൾ പൊഴിയാൻ തുടങ്ങും. താഴത്തെയും മേലത്തെയും മുൻനിരയിലെ പല്ലുകളാണ് താഴെ പൊഴിയാൻ തുടങ്ങുന്നത്. അണപ്പല്ലുകൾ പോവില്ല. പാൽപ്പല്ലുകളിൽ അണപ്പല്ലുകൾ പോകുന്നത് 8 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ്. അപ്പോൾ അതിന് കേടുണ്ടെങ്കിൽ അടയ്ക്കണം. അതിൻ്റെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ പാൽപ്പല്ലിന്റെ സംരക്ഷണം നമ്മൾ ചെയ്യേണ്ടത്? പാൽപ്പല്ലുകൾ ഞാൻ പറഞ്ഞല്ലോ, പാൽപ്പല്ലുകൾ കുട്ടികൾക്കുണ്ടാവുന്നത് ഒരു സെറ്റ് ഓഫ് പാൽപ്പല്ല് 20 പല്ലുണ്ടാവും. അതിൻ്റെ സംരക്ഷണം പ്രധാനമായിട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സംരക്ഷിക്കേണ്ടത് ആദ്യം കുട്ടിക്ക് ഈ പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ കൈവിരലിലിടാവുന്നൊരു ബ്രഷ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളെ ബ്രഷ് ചെയ്യിക്കാൻ വളരെ പാടായിരിക്കും, കരയും, ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഈ കൈവിരലിടാവുന്നൊരു ബ്രഷ് അതിന് വളരെ സഹായമാണ്. അപ്പോൾ സാധാരണ പേസ്റ്റോ വളരെ ചെറിയ അളവിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എടുക്കാവുന്ന കുട്ടികൾക്കുള്ള പേസ്റ്റുകളുണ്ട്, അവൈലബിളാണ്. അങ്ങനെയുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മളെപ്പോഴും കണ്ടുവരുന്ന കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികളുടെ പല്ല് എപ്പോഴും നമ്മൾ കേട്ടിട്ട് പുഴുപ്പല്ല് എന്ന് നമ്മുടെ നാട്ടിലെപ്പോഴും പറയുന്ന, അതിൻ്റെ ശാസ്ത്രീയമായ ഒരു പേരെന്താണെന്ന് വെച്ചാൽ നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് പറയുക. നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടീനെ ഫീഡ് ചെയ്യണ സമയത്ത് ആ ബോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പാല് പല്ലുമ്മ പറ്റി പിടിച്ചുണ്ടാവുന്ന കേടിനെയാണ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറയുക.
എന്താണത് മുൻനിരയിൽ മാത്രം മേലെയുള്ള പല്ലിന് മാത്രമാണ് കൂടുതൽ പുഴുപ്പല്ല് വരിക, താഴെയുള്ള പല്ലിന് വരില്ല. അതായത് താഴെയുള്ള പല്ലിനെ ഈ സക്ക് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള പല്ലിനെ നാക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ നേഴ്സിംഗ് ബോട്ടിലിൻ്റെ ടിപ്പ് വരുന്നത് മേലെയുള്ള പല്ലിൻ്റെയും നാക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ പാൽ എവിടെയാണ് പറ്റി പിടിച്ചിരിക്കുക? മുകളിലാണ് പറ്റി പിടിച്ചിരിക്കുക. താഴത്തെ പല്ലുമ്മേ പാല് പറ്റി പിടിച്ചിരിക്കില്ല. അപ്പോൾ കേടെവിടെ വരും? മുകളിലെ പല്ല് വരും. ഈ കാര്യത്തിൽ ആർക്കാണ് ബോധവതി ആവേണ്ടത്? അമ്മയാണ്. അമ്മ എന്ന് പറയാൻ പാടില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും തുല്യ സ്ഥാനമല്ലേ? അതുകൊണ്ട് അമ്മയും അച്ഛനും ബോധവതിയായിരിക്കണം. അമ്മയാണ് ബോധവതിയായിരിക്കണമെന്ന് നമ്മൾ പറയണത് തന്നെ അങ്ങനത്തെ ഒരു കുട്ടിയുടെ സംരക്ഷണം അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല, അമ്മയും അച്ഛനും ഒപ്പം ബോധവതിയായിരിക്കണം. മേൽനിരയിലുള്ള പല്ലുകൾക്ക് കേടുവരുന്നൊരു കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർക്ക് ഈ ഒരു കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേടുവന്നതെന്ന് മനസ്സിലാക്കണം. അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. കുട്ടികളുടെ അണപ്പല്ല്, പാൽ അണപ്പല്ല്, പാൽപ്പല്ലുകളിൽ അണപ്പല്ലുണ്ട്. ഈ പാൽപ്പല്ല് എന്തിനാണ് കേടുവരുമ്പോൾ അടയ്ക്കണേ? പോകാനുള്ള പല്ലല്ലേ. ആ പല്ലുകൾക്ക് കേടുവരികയാണെങ്കിൽ നമ്മൾ സാധാരണ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഈ പാൽപ്പല്ലുകൾക്കും. എന്നിട്ട് അതിന് സ്റ്റീൽ ക്രൗൺ കൊടുക്കും. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പലപ്പോഴും സംശയമായിട്ട് ചോദിക്കാറുണ്ട്. ഈ പാൽപ്പല്ലുകളുടെ അടിയിൽ പെർമനൻറ്റ് ടൂത്ത് മുളച്ചു വരുന്നുണ്ട്. ഈ പെർമനൻറ്റ് ടൂത്തുകൾക്ക് വരാനുള്ള വഴി ഒരുക്കുന്ന ആളാണ് ആര്? മേലെയുള്ള പാൽപ്പല്ല്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാൽപ്പല്ലുകളുടെ വേരുകൾക്കുള്ളിലാണ് പെർമനൻറ്റ് ടൂത്ത് രൂപം കൊള്ളുന്നത്. പാൽപ്പല്ലുകളുടെ വേരിൻ്റെ ഉൾഭാഗം മുളച്ചു വരുന്ന പല്ലിൻ്റെ ഗർഭപാത്രമാണ്. അതുകൊണ്ട് ഈ പാൽപ്പല്ലുകൾ രൂപം കൊണ്ട് അത് ഏതാണ്ട് മോർഫോളജിക്കലി മുഴുവനായിട്ട് ഫോം ചെയ്ത് പതുക്കെ പതുക്കെ അത് പൊസിഷനിലേക്ക് വരുമ്പോൾ പാൽപ്പല്ലുകളുടെ വേരുകൾ ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ സമയം എത്തുന്നതിന് മുമ്പ് പാൽപ്പല്ല് കേടുവന്ന് പോയാലോ? കേടുവന്ന് പോയാൽ ആ സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കും. ചില കുട്ടികൾക്ക് 6 വയസ്സാവുമ്പോൾ പാൽപ്പല്ലുകൾക്ക് കേടുവരും. അപ്പോൾ പാൽപ്പല്ല് എടുത്തു കൊടുക്കേണ്ടി വരും. ആ സ്ഥലം വെറുതെ ഇട്ടാൽ എന്താ കുഴപ്പം? പെർമനൻറ്റ് ടൂത്ത് വരാൻ സമയമായിട്ടില്ല. അത് 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് അവിടെ വരിക. അപ്പോൾ ആ സ്ഥലം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പുറം ഇപ്പുറമുള്ള പല്ലുകൾ അങ്ങോട്ട് അടുക്കും. അപ്പോൾ അടുക്കാതിരിക്കാൻ അവിടെ സ്പേസ് മെയിൻറ്റനർ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു അപ്ലയൻസ് വയ്ക്കും. പരമാവധി പാൽപ്പല്ലുകൾ കേടുവരാണെങ്കിൽ പാൽപ്പല്ലുകൾക്ക് ചെയ്യുന്ന റൂട്ട് കനാലിനെ പൾപ്പക്ടമി എന്നൊക്കെ പറയും. എന്നിട്ട് അതൊക്കെ ചെയ്ത് സ്റ്റീലിൻ്റെ ക്രൗണൊക്കെ കൊടുക്കും. അപ്പോൾ ചില പേഷ്യൻസ് ചോദിക്കും, ഇത് പോകാനുള്ള പല്ലല്ലേ, ഇത്രയും പൈസയൊക്കെ മുടക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം ആ പൽപ്പല്ലുകൾക്ക് കേടുവരാതെ നേരത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പേരൻസിനുണ്ട്. അങ്ങനെ സംരക്ഷിച്ചാൽ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അവിടെ കിടക്കും. ഈ സ്റ്റീൽ ക്രൗൺ പാൽപ്പല്ലുകൾക്ക് ചെയ്യുന്നത് വരാൻ പോകുന്ന പല്ലുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും? ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കില്ല. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. മാത്രമല്ല വേറൊരു സംശയം എല്ലാവരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ സ്റ്റീൽ ക്രൗണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പാൽപ്പല്ല് പോവാതിരിക്കുമോ എന്നാണ്. ഒരിക്കലുമില്ല. കാരണം പെർമനൻറ്റ് ടൂത്ത് മുളച്ച് കയറി വരുന്നതോടുകൂടി പാൽപ്പല്ലുകളുടെ കാലുകൾ ക്ഷയിക്കും. അതിങ്ങനെ പതുക്കെ പതുക്കെ ആടാൻ തുടങ്ങും. ചിലപ്പോൾ കുട്ടികൾ തന്നെ ആ പല്ല് പറിച്ചെടുക്കും. മനസ്സിലായോ? അപ്പോൾ അതിനകത്തൊന്നും അങ്ങനെ പോവാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പം യഥാർത്ഥത്തിൽ പാൽപ്പല്ലുകൾ തുടങ്ങി തന്നെ പല്ലുകൾ സംരക്ഷിക്കണം. അങ്ങനെ ദന്തസംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം ശരിക്കും തിരിച്ചറിയണം. കുട്ടിയെ ബ്രഷ് ചെയ്യാനായിട്ട് കാലത്തും വൈകിട്ട് നൈറ്റ് ടൈമിലും ഒക്കെ ബ്രഷ് ചെയ്യാനായിട്ടുള്ള ശീലങ്ങൾ പേരൻസ് ഉണ്ടാക്കിയെടുക്കണം. 6 മാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നുള്ളത് ഹാബിറ്റാക്കി മാറ്റണം. കാരണം എങ്കിലേ ചെറിയ കേട് തുടങ്ങുമ്പോൾ തന്നെ അടയ്ക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഡോക്ടർ ഇന്നത്തെ കാലത്ത് ഡെന്റൽ കെയർ ഈ ഗ്ലാമർ വേൾഡുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പല്ല് നന്നായാൽ പാതി നന്നായി എന്നാണ് പറയാറ്. എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ
അയാൾ ഓർത്തിരിക്കുന്നതും നമ്മൾ അയാളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അയാളുടെ പല്ലുകളാണ്. പല്ല് അങ്ങനെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പല്ല് എന്ന് പറയുന്നതിൻ്റെ ആകെത്തുകയാണ് അയാളുടെ സ്മൈൽ. അപ്പോൾ സ്മൈൽ എന്ന് പറയുന്നൊരു സംഗതിയുടെ പ്രാധാന്യം ഗ്ലാമർ വേൾഡിൽ വേണ്ടുവോളം ഉണ്ട്. ചിരി അളവുകളുണ്ട്. ഒരു ചിരിയുടെ ഒരു ശരീരത്തിൻ്റെ അളവ് പോലെ തന്നെ ചിരിക്കൊരളവുണ്ട്. ആ ചിരി അളവുകൾ ശരിയാക്കുന്ന പെരുന്തച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഡെൻ്റൽ സർജൻ. നിങ്ങളുടെ പല്ലുകളുടെ നിറം, ആകൃതി, ഷെയ്പ്പ്, നിങ്ങളുടെ പല്ലുകളുടെ നിര, ഇതൊക്കെ തന്നെ ഒരു ഡെൻ്റൽ സർജൻ്റെ കരവിരുതിൽ അത് കൂടുതൽ പ്രകാശിതമാവുകയും മനോഹരമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗ്ലാമർ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്ന പല ചിരികളും ഏതെങ്കിലും ഒരു ഡെൻ്റൽ സർജൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം കൂടി ആകാം. നിറയെ സിനിമാ താരങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലാമിനേറ്റ് വെനീർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലാമിനേറ്റ് വെനീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മുൻനിരയിലുള്ള ഒരു 6 പല്ല്, ആ 6 പല്ല് വളരെ വലുപ്പം കൂടിയതാണെന്ന് വയ്ക്കുക, അത് കുറയ്ക്കണമെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ വലുപ്പം കുറഞ്ഞതാണത് കൂട്ടണമെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ വിടവ്. നമ്മുടെ പല സിനിമാ നടന്മാർക്കും പല സിനിമകളിലും വിടവ് കണ്ടിട്ടുണ്ട്, പിന്നീട് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പല്ലിൻ്റെ അതേ നിറമുള്ള മെറ്റീരിയൽ, അതിന് കോമ്പോസിറ്റ് എന്ന് പറയാം, അത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലാമിനേറ്റ് വെനീറിനെ പറ്റി പറയാം. പല്ലിൻ്റെ മേൽഭാഗത്ത് ഒരു 0.3 mm അല്ലെങ്കിൽ 4 mm പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് പല്ലിൻ്റെ അതേ നിറമുള്ള സെറാമിക്കിൻ്റെ പാളി, സെറാമിക്കിൻ്റെ കളറുള്ള അതേ നിറമുള്ള പാളി അവിടെ വെച്ച് ഒട്ടിക്കും. ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ നാച്ചുറൽ പല്ല് അടിയിലും മേലെ ഈ സെറാമിക്കിൻ്റെ പാളി ഉണ്ടാവും. അപ്പോൾ മൊത്തം എന്തായിട്ട് മാറും? പല്ലായിട്ട് തന്നെ അത് മാറും. തിരിച്ചറിയാൻ പറ്റില്ല ഒട്ടും. അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പല്ലാണ് എങ്കിൽ ഈ സെറാമിക് വെനീറോ ലാമിനേറ്റോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിറയൊത്ത പല്ലായിട്ട് മാറും. അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്താണ്? ഭയങ്കര ഒരു പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട്, ഇപ്പോൾ ടൂത്ത് വൈറ്റനിങ്, പല്ല് വെളുപ്പിക്കുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഹോളിവുഡിലൊക്കെ ചിരികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്ത നിറമുള്ള പല്ലാണ് അവർക്കിഷ്ടം, ഭയങ്കര വൈറ്റായിരിക്കണം. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ പല്ല് പൊതുവേ അത്രയും വൈറ്റല്ല, ഒരു കുറച്ച് ചെറിയ ഒരു യെല്ലോയിഷ് ഷെയ്ഡുള്ള പല്ലുകളാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭയങ്കര വൈറ്റ് പല്ലുകളാണ് അവർക്കിഷ്ടം. അതുപോലെ തന്നെ പല്ല് മുട്ടിക്കുന്ന ചെറിയ ഡയമണ്ട്സ് ഉണ്ട്. ചിരിക്കുമ്പോൾ ആ കോമ്പല്ലുമൊക്കെയാണ് സാധാരണ അത് ഒട്ടിക്കുക, അല്ലെങ്കിൽ ലാറ്ററൽ സിസർ എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള പല്ലിൻ്റെയും കോമ്പല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ പല്ല് മുട്ടിക്കും. ഇപ്പോൾ ചിരിക്കുമ്പോൾ ഒരു തിളക്കം കാണും. അങ്ങനെ ഗ്ലാമറിൻ്റെ ലോകത്ത് പല്ല് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പല്ലിന് വലിയ സ്ഥാനമാണുള്ളത്. ഡോക്ടർ ഒരു സെലിബ്രിറ്റി ഡെന്റിസ്റ്റും കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞിക്കൂനൻ ഉടയോൻ എന്നുള്ള സിനിമകളിലെല്ലാം ആ ടീത്തിനെ, നോർമൽ ടീത്തിനെ എങ്ങനെയാണ് അങ്ങനെ ഒരു ടീത്തിലേക്ക് കൺവേർട്ട് ചെയ്തത്? ഈ തിയേറ്ററിക്കൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്ര വിഭാഗമുണ്ട്. തിയേറ്ററിക്കൽ ഡെന്റിസ്ട്രി ഹോളിവുഡിൽ നിറയെ ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യൻ സിനിമകളിൽ തിയേറ്ററിക്കൽ ഡെന്റിസ്ട്രി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ അതിനെ അംഗീകരിക്കുന്നൊരു രീതി വളരെ കുറവാണ്. അതായത് കഥാപാത്രങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ, കഥാപാത്രത്തിൻ്റെ വേഷപ്പകർച്ചകൾക്കനുസരിച്ച്, ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടറിനനുസരിച്ച് പല്ലിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ കുഞ്ഞിക്കൂനലിലെ ദിലീപിന് അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഉടയോനിൽ മോഹൻലാലിന് ആ രീതിയിലുള്ള മാറ്റങ്ങൾ, അത് മിക്കവാറും എല്ലാ ഡോക്ടർമാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്തൊരു അത് തിയേറ്ററിക്കൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അത് വലിയ രീതിയിൽ സാധ്യതകളുള്ള, മലയാള സിനിമയിലും എല്ലാ സിനിമകളിലും ഒക്കെ തന്നെ അത് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സാധ്യതകളുള്ള ഒരു ശാസ്ത്ര ഭാഗമാണ്. നല്ല പല്ലുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ ഞങ്ങളുടെ വ്യൂവേഴ്സിനോടൊന്ന് പറയുന്നത്? നല്ല പല്ലുണ്ടാവാനായിട്ട് കാലത്തും വൈകിട്ടും ബ്രഷ് ചെയ്യണം. ദൈവത്തെ ഓർത്ത് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുമ്പോൾ 3 മിനിറ്റ്
ബ്രഷ് ചെയ്യുക. അതിനുശേഷം ഫ്ലോസ് ചെയ്യുക. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. എന്താ ഫ്ലോസിങ്? പല്ലിൻ്റെ ഇടയിൽ ഫുഡ് പോയി കഴിഞ്ഞാൽ പലരും ഒരു ടൂത്ത് പിക്ക് എടുത്ത് മുറിയുടെയും ഹോളിൻ്റെയും വീടിൻ്റെയും മൂലയ്ക്ക് പോവും അല്ലേ? എന്താ അവിടെ ഇരുന്ന് ചെയ്യണേ? ആ പല്ലിൻ്റെ ഇടയിൽ മുഴുവൻ കുത്തി. അങ്ങനെയല്ല, അതിനൊരു നൂലുണ്ട്, ഡെൻ്റൽ ഫ്ലോസ് എന്ന പേര്. അത് ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ട് പല്ലിൻ്റെ ഇടയിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ ആ നൂലിൽ കുരുങ്ങി ഫുഡ് വരും. വൈകിട്ട് ഫ്ലോസിങ് കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം ബ്രഷ് ചെയ്യാൻ. അപ്പോൾ ബ്രഷ് ചെയ്യണം, ഫ്ലോസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, 6 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കാണണം. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഇഷ്ടംപോലെ ഡെൻറ്റിസ്റ്റുമാരുണ്ട് ഇപ്പോൾ അല്ലേ? ആ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് കേടുകളില്ല എന്ന് ഉറപ്പ് വരുത്തണം. ചെറിയ കേടുകളാണ് എങ്കിൽ അത് അടച്ചു കൊടുക്കണം. നമുക്കിപ്പോൾ സമയക്കുറവുകൊണ്ടാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ പറയാത്തത്. പല്ലിന് ചെറിയ കേട് വരുമ്പോൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട? അത് വലിയ കേടായിട്ട് വേദനയൊക്കെ വന്ന് ഡോക്ടറുടെ അടുത്ത് പോയി റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 8 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കാണുന്ന ഒരാളാണ് എങ്കിൽ പല്ലിന് വേണ്ടിയിട്ട് അധികം പൈസ ചെലവ് ചെയ്യേണ്ട വരത്തില്ല. അപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ഡെൻറ്റിസ്റ്റ് വളരെ എക്സ്പെൻസീവ് അല്ലേ എന്ന്. സത്യത്തിൽ ഡെൻറ്റിസ്റ്റ് എക്സ്പെൻസീവ് അല്ല, നെഗ്ലക്റ്റിംഗ് യുവർ ടീത്ത് ഈസ് എക്സ്പെൻസീവ്. നിങ്ങൾ നിങ്ങളുടെ പല്ലുകൾ അവഗണിക്കുന്നതാണ് എക്സ്പെൻസീവ് ആക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാവുക. തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോ 6 മാസത്തിൽ കൂടുതലായി ഡോക്ടറെ കാണാനായെങ്കിൽ കാർ ഒതുക്കുക, ഡോക്ടറുടെ അടുത്ത് പോവുക, ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുക, പല്ല് സംരക്ഷിക്കുക. സാറിന്റെ വിലപ്പെട്ട സമയവും അറിവും ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിൽ നന്ദി. ഹെൽത്ത് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് ജിഫി സൈനിങ് ഓഫ്.